ഗുഡ് മോർണിംഗ് ഗായ്സ്. ഒമാനിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈം ഭയങ്കര റഷുള്ള ടൈം ആയ കാരണം കൊണ്ട് നമുക്ക് റൂംസ് ഒന്നും കിട്ടിയില്ല. വേറൊരു പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്തു. അവിടേക്ക് പോണ വഴിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നലത്തെ ഡിന്നർ നല്ല ഫുഡായ കാരണം കൊണ്ട് ഈ അവിടെ തന്നെ വന്ന് കഴിച്ചിട്ട് പോകാമെന്നുള്ള പരിപാടിയിൽ നമ്മൾ ഇറങ്ങി. ഇപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല, ആകെ ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ബട്ട് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പോൾ എന്തായാലും സമയമുണ്ട് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇറങ്ങിയതാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒമാനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള സുൽത്താൻ കബൂസ് ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതിൽ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണാം നിറയെ പനകളും ചെടികളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ പാർക്കിങ്സ് ആയാൽ കൂടെ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ട് നമുക്ക് മരങ്ങളുടെ ഷെയ്ഡിലുള്ള പാർക്കിങ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ വ്യൂ വളരെ നന്നായിരുന്നു കാണാനായിട്ട്. നമുക്ക് എന്തായാലും ഇന്ന് ഭാഗ്യമില്ല, കാരണം ഈദ് കാരണം കൊണ്ട് 8 to 11 മാത്രമേ ഉള്ളൂ. തൽക്കാലം പുറത്ത് നിന്നിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്തിയപ്പോഴത്തേക്കും ഇത് ക്ലോസ് ആയിപ്പോയി. അങ്ങനെ ഗ്രാൻഡ് മോസ്ക് കാണാമെന്നുള്ള പ്ലാനൊക്കെ വെള്ളത്തിലായി. അപ്പം അത് നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോവാം. എന്തായാലും നെക്സ്റ്റ് ടൈം വരാനുള്ള ഒരു റീസൺ ആയല്ലോ. മോസ്കിൻ്റെ പ്ലാൻ പൊളിഞ്ഞ കാരണം കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് മസ്കറ്റ് സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ മത്രാസുക്കിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആക്ച്വലി മോസ്കിൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് നേരെ മുത്ര കോർണിഷ് ഏരിയയിലേക്ക് പോയി. അവിടെ ഇറങ്ങാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇറങ്ങിയില്ല. ഈ കോർണിഷ് റോട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് 18 to 19 kilometers പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബീച്ചുണ്ട്, കന്തബ് ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിറയെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാണ്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഒരു ഭാഗത്ത് കടലും മറ്റേ ഭാഗത്ത് ഫുൾ മലകളും. അടിപൊളിയായിരുന്നു കാണാൻ. ഞങ്ങൾക്കിവിടെ ചെയ്തിട്ടുള്ളതിൽ ഡ്രൈവ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മത്രാസൂക്ക് മുതൽ കന്തബ് ബീച്ച് വരെയുള്ള ഏരിയയിലുള്ള ഡ്രൈവാണ്. നമുക്ക് രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസും പിന്നെ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വീടുകളും അതും അവർക്ക് അതിനൊരു കളർ കോമ്പിനേഷൻ വരെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഏരിയ അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒട്ടുമിക്ക വീടുകളായാലും അല്ലെങ്കിൽ ഓഫീസസോ എന്തോ ആയിക്കോട്ടെ അതെല്ലാം ഒരു വൈറ്റ് കളറിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അവരൊരു യുണീക്കായിട്ടുള്ള ഒരു കളർ കോഡ് ഇവിടെ ഈ ഏരിയയിൽ കീപ്പ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് ഇവിടുന്ന് തൊട്ടുള്ള ഡ്രൈവ് ഭയങ്കര രസമായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മ്യൂസിയം. നമുക്ക് ആക്ച്വലി മ്യൂസിയം അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മോസ്കുകൾ, ആ മോസ്കിൻ്റെ ഡോമുകൾ ഭയങ്കര കളർഫുള്ളാണ്. ഓരോ മോസ്കിനും ഓരോ കളേഴ്സാണ്. ഇത് ഗ്രീനാണ്. നമ്മൾ വരുന്ന സമയത്ത് ബ്ലൂ കണ്ടിരുന്നു, ഗോൾഡൻ കണ്ടിരുന്നു. ഇതാ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ മോസ്കിന് ലൈറ്റ് ഗ്രീനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മോസ്കിനും ഓരോ കളേഴ്സാണ്. അത് ഭയങ്കര ഒരു രസമായി തോന്നി. ഒരു 5 to 10 kilometer ഗ്യാപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ കിട്ടും.
അവിടെ ആക്ച്വലി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അതിനുശേഷം അവിടുന്ന് ഡ്രൈവ് ഓൺ ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഫർദർ കന്തബ് ബീച്ചിലേക്ക് ഡ്രൈവ് ചെയ്തത്. ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം, കന്തബ് ബീച്ച് എന്ന് പറഞ്ഞ ആ ഒരു ബീച്ച് പറഞ്ഞല്ലോ, അതാണ് ഇപ്പോൾ ഈ വരുന്ന സ്ഥലം. ഇവിടെ നമ്മൾ പോകുന്ന വഴിയിൽ അവർ വന്ന് നമ്മുടെ അടുത്ത് ബോട്ട് ട്രിപ്പിന് പോകാൻ താല്പര്യമുണ്ടോയെന്നൊക്കെ വന്ന് ചോദിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഓപ്റ്റ് ചെയ്യണോണ്ട് തെറ്റില്ല. പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കിംഗ് ഏജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമ്മൾ അപ്രോച്ച് ചെയ്ത ആൾക്കാർ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആ ഏരിയയിൽ നമ്മൾ അല്ലാതെ വേറെ അങ്ങനെ ഒരു ക്രൗഡ് നമ്മൾ ഒരുപാട് കണ്ടില്ല. അവിടെ ആ ഏരിയയിലുള്ള ലോക്കൽസിനെയാണ് നമ്മൾ കൂടുതൽ അവിടെ കണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നത്തെ ഐറ്റിനറി എല്ലാം സക്സസ്ഫുള്ളി പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. ഇപ്പം പറഞ്ഞേ ഉള്ളൂ ലൈറ്റ് ഇട്ടിട്ടില്ലാന്ന്. ഇപ്പം തന്നെ ലൈറ്റ് വരികയും ചെയ്തു.